കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാവണം, എങ്കിലേ അതിനെ കുടുംബമെന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് പറയത്തക്ക വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഒരുപാട് സാമ്പത്തികമോ ഒന്നും ഏറിയ കൂറും ആൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. പാടത്തും പറമ്പിലും കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി കിട്ടുന്നതുകൊണ്ട് അന്നന്നത്തെ അന്നം തേടിയിരുന്നു മനുഷ്യർ. പക്ഷേ ഇന്ന് നമ്മുടെ പലരുടെയും വീട്ടിലില്ലാത്ത ഒന്ന് അന്നവർക്കുണ്ടായിരുന്നു. എന്താണെന്നോ? സന്തോഷം. അതെങ്ങനെയെന്നല്ലേ? അവരിൽ അതിമോഹം വളർന്നു തുടങ്ങിയിരുന്നില്ല. കഷ്ടപ്പെട്ട് കിട്ടുന്നതിൽ അവർ തൃപ്തരായിരുന്നു. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ പല വിലപിടിപ്പുള്ള സാധനങ്ങളും കാണും, ആഹാരം കാണും, പണം കാണും, വലിയ വീട് കാണും, എല്ലാം ഉണ്ട്. പക്ഷേ ആരുടെയും മനസ്സിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒന്നിലും തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ സന്തോഷമില്ലാതെയായി. പണ്ടുള്ളവരുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നു. അവർ ഉള്ളതിൽ നിന്ന് സന്തോഷം കണ്ടെത്തി. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവർ ദുഃഖിതരായിരുന്നില്ല. ഫോണും ടിവിയും ഒന്നും എല്ലാ വീടുകളിലുമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നവർ പോലും അമിതമായി ഉപയോഗിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപെട്ട് ജീവിച്ചു. സ്നേഹം, സഹകരണം, ഒത്തുപോകലുകൾ, പങ്കിട്ടെടുക്കലുകൾ, ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം അവർ വരും തലമുറയ്ക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ആണ് പകർന്നു കൊടുത്തത്. അന്ന് കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുമ്പോൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുമാറുകയും ചിരിക്കുകയും സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വല്ലപ്പോഴുമൊക്കെ വിരുന്നുകാർ വീടുകൾ സന്ദർശിക്കുമായിരുന്നു. ഇന്നോ കുടുംബാംഗങ്ങൾ കൂടാറില്ല. കൂടിയാൽ പണത്തിൻ്റെ ചെറുപ്പത്തെക്കുറിച്ചും മറ്റുള്ളവർക്കായി ഞാൻ എന്തൊക്കെ ചെയ്തു, എല്ലാം ഉണ്ടാക്കുന്നത് ഞാനാണ്, അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സുഖം നൽകാതെ ഫോണിൽ നോക്കി ഞോണ്ടിക്കൊണ്ട് മുഖത്തു നോക്കാതെ ആർക്കോ വേണ്ടി സംസാരിക്കുന്നു. ഇന്ന് ബന്ധങ്ങൾ വെറും ബന്ധനങ്ങൾ മാത്രമായാണ് മാറുന്നത്. പലരും ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ചിരിക്കുന്നത്. ഉള്ളു തുറന്നാരും ഇടപെടാറില്ല. എന്തുകൊണ്ട്? അമിതമായ അത്യാർത്തിയും സ്വന്തം കഴിവിലുള്ള അമിതമായ വിശ്വാസവുമാണ് കാരണം. അയലത്ത് എന്തുണ്ടോ അതിനേക്കാൾ മുമ്പിലാവണം നമ്മളെന്ന് ഉള്ള ചിന്ത നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വിദ്യാഭ്യാസം പലർക്കും ഒരുപാടുണ്ട്. പക്ഷേ വിവരം അത് തീരെയില്ലാതെയായി. കാരണം വീടാണല്ലോ ആദ്യത്തെ ഗുരുകുലം. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് കിട്ടേണ്ട സംസ്കാരമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പലർക്കും ഇന്നില്ല. എങ്ങനെയും പണമുണ്ടാക്കണം, അത്രമാത്രം. സന്തുഷ്ടമായ കുടുംബം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയല്ല, പണക്കാരനാണെന്ന് ഈ സമൂഹം പറയുവാൻ വേണ്ടി മാത്രം. അങ്ങനെ കൂടുമ്പോൾ ഇമ്പമില്ലാത്ത കുടുംബാംഗങ്ങളുമാണ് ഇന്ന് ഏറെയും. പണ്ട് മാതാപിതാക്കൾ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കും. നന്നായി ആഹാരം കഴിക്കണം. എന്തെങ്കിലും ചെറിയ ക്ഷീണമുണ്ടായാൽ അവരുടെ കഴിവിനനുസരിച്ച് അവരെ സംരക്ഷിക്കുകയും അവർക്ക് ആദിയും വേദനയുമായിരിക്കും എപ്പോഴും കുഞ്ഞുങ്ങളെക്കുറിച്ചോർത്ത്. അവരുടെ സുഖങ്ങളെല്ലാം മറന്ന് അവർ മക്കൾക്കായി ജീവിച്ചിരുന്നു. എപ്പോഴും മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരുപാടൊന്നും നേടിക്കൊടുത്തില്ലെങ്കിലും സന്തോഷവും സ്നേഹവും പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയും അവർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന് സ്കൂളിൽ നിന്ന് ഒരു കുട്ടി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തെ വേവലാതികളോ ക്ഷീണമോ ഒന്നുമല്ല വീട്ടുകാർ ശ്രദ്ധിക്കുന്നത്. ചെറുപ്പം മുതലേ ഇന്ന് പരീക്ഷ കിട്ടോ, എത്ര മാർക്കുണ്ട്, ചോദ്യപേപ്പർ എടുക്ക്, ചോദ്യങ്ങൾ ചോദ്യത തുടങ്ങിയായി. ചോദ്യങ്ങൾക്ക് അയലത്തെ കുട്ടിയേക്കാൾ അല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടിയേക്കാൾ കൂടുതൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവിടെ തുടങ്ങുകയായി അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കുന്നു. വീടുകളിൽ കിട്ടാത്തത് തേടി കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റ് സ്ഥാനങ്ങളും നേടിപ്പോകുന്നു. അങ്ങനെയാണ് പല കുട്ടികളും ഇന്ന് വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം. വീട്ടിൽ സുഖം കുറയുമ്പോഴാണ് കുട്ടികൾ പുറത്തേക്ക് ചാടുകയും പുറത്ത് അവർക്ക് സുഖമുള്ള സ്ഥലങ്ങൾ തേടിപ്പോവുകയും ചെയ്യുന്നത്. അന്നങ്ങനെ ആയിരുന്നില്ല. കുട്ടികൾ വീട്ടിൽ വന്നാൽ അവർക്ക് സ്വസ്ഥതയുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ കണക്ക്, അവർക്ക് വേണ്ടി മുടക്കിയതിൻ്റെ കണക്ക്, ഇതൊക്കെയാണ് മിക്ക കുട്ടികളോടും മാതാപിതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായമാകുമ്പോൾ വല്ല ജോലിയുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് പണം മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാമായി എന്ന് മക്കൾ കരുതുന്നു. കാരണം പണത്തിൻ്റെ ചിലവുമാണ്, സമ്പാദ്യങ്ങളുടെയും സ്വത്തുക്കളുടെയും പട്ടികയാണ് അവരിൽ പലരും കേട്ടു വളർന്നത്. മനുഷ്യനല്ല പണത്തിനും പദവിക്കുമാണ് പ്രാധാന്യമെന്നാണ് അവർ പഠിച്ചത്. കരുതൽ, സ്നേഹം, വിട്ടുവീഴ്ചകൾ
ഒത്തുപോകലുകൾ, സഹകരണം ഇതൊന്നും അവരിലേറെ പേർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ മാതാപിതാക്കളിലേറെ പേരും മക്കളെ കാണുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെയും മുടക്കിയ പണത്തിൻ്റെയും കണക്കുകൾ ആയിരിക്കും കൂടുതലായും പറയുന്നത്. ഇത് കേൾക്കാൻ ഒരു കുഞ്ഞുങ്ങൾക്കും താല്പര്യമില്ല. അവർ വീട്ടിലേക്ക് വരുമ്പോൾ ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെയുള്ള, സന്തോഷത്തോടെയുള്ള സ്വീകരണമാണ്. അത് ചെറുപ്രായത്തിലേ കൊടുത്തില്ലെങ്കിൽ അത് കിട്ടുന്നിടം തേടിപ്പോയിട്ട് എന്തെങ്കിലും അപകടങ്ങളിൽ ചെന്ന് പെട്ടുകഴിഞ്ഞ് കൈയും കാലും വിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ ഞാനത് പ്രകടിപ്പിച്ചില്ല. ആ വാക്കിന് യാതൊരു അർത്ഥവുമില്ല. ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കുകയും അത് എല്ലാ കാര്യങ്ങളിലും ലിമിറ്റ് കീപ്പ് ചെയ്ത് സന്തോഷത്തോടെ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള തലമുറയെങ്കിലും കൈമോശം വരാതെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.